സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. തമ്പനയിൽ നിന്ന് നമ്മളിന്ന് ശബരിമലയ്ക്ക് പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്ലോഗാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നീണ്ട 52 ദിവസത്തെ കഠിനവ്രതത്തിന് ശേഷമാണ് ഇപ്രാവശ്യം മലയാത്രയ്ക്ക് തയ്യാറെടുത്തിരിക്കുന്നത്. കരിമല വഴിയാണ് ഇപ്രാവശ്യത്തെ യാത്ര. ഞങ്ങളുടെ നാടായ രാമനാട്ടുകര ശ്രീ പരിഹാരപുരം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്നുമാണ് കിട്ടുന്നത്. ശബരിമലയ്ക്ക് ആരെ കാണാൻ സ്വാമിയെ കാണാൻ, ആരെ കാണാൻ സ്വാമിയെ കാണാൻ, സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും. സ്വാമിയപ്പ അയ്യപ്പ ശരണമപ്പ അയ്യപ്പ ശരണമപ്പ അയ്യപ്പ. ഏകദേശം രാവിലെ 9 മണിയോടുകൂടി യാത്രയ്ക്കായി തയ്യാറായി. വണ്ടിയുടെ അലങ്കാരങ്ങളും മറ്റും ചെയ്തു തന്നത് കൂട്ടുകാരാണ്. ഞങ്ങളുടെ നാട്ടിലെ അമ്പലമായ പരിഹാരപുരം അമ്പലത്തിൽ നിന്ന് കെട്ട് നിറച്ച് യാത്ര തുടങ്ങിയിട്ടുണ്ട്. അപ്പം ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ഗുരുവായൂരാണ്. ഗുരുവായൂരിലേക്കുള്ള യാത്രയിലാണ്. ഇപ്പൊ ഞാൻ കൂടുതൽ ആൾക്കാരെയൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ജിഷ്ണുവാണ് ഞങ്ങളുടെ സാരഥി. കഴിഞ്ഞ വർഷവും ഇതേ വണ്ടിയിലാണ് ഞങ്ങൾ മലയാത്ര നടത്തിയത്. പിന്നെ അച്ഛനുണ്ട്. അച്ഛനാണ് ഗുരുസ്വാമി. ആദ്യമായി ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മല ചവിട്ടുന്നത്. ഇത് 16ാം വർഷമാണ്. അന്നു മുതൽ ഇന്നുവരെ അച്ഛൻ തന്നെയാണ് ഗുരുസ്വാമി. പിന്നെ അമ്മയുണ്ട്. അമ്മയുടെ 3ാം മലയാത്രയാണിത്. ബാക്കിയെല്ലാം നമ്മുടെ അനിയന്മാരും സുഹൃത്തുക്കളുമാണ്. അഭിഷേക്, അതുൽ, ഹരിനന്ദൻ, ആദർശ്, വൈശാഖ്, അബി. പലയിടങ്ങളിലും ഹൈവേയുടെ പണി കഴിഞ്ഞ് ഓപ്പൺ ആയിട്ടുണ്ട്. അത് കാരണം പലയിടത്തും ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും വേഗമെത്തുമെന്ന് ഉറപ്പാണ്. ഇടയ്ക്ക് പമ്പിൽ കയറി. 1000 രൂപയ്ക്ക് പെട്രോളോ ഡീസലോ അടിച്ചാൽ പമ്പിൽ നിന്ന് 2 കുപ്പി വെള്ളം ഫ്രീ ആയി ലഭിക്കുമെന്ന് ഇന്നാണ് ഞാൻ അറിഞ്ഞത്. ഞങ്ങൾ ഫുൾ ടാങ്ക് ഡീസലാണ് അടിച്ചത്. സമയം 11:30 ആയിട്ടുണ്ട്. ഞങ്ങൾ ആദ്യത്തെ ഡെസ്റ്റിനേഷനായ ഗുരുവായൂർ എത്തിയിട്ടുണ്ട്. ഗുരുവായൂർ വീഡിയോഗ്രാഫിയൊക്കെ നിരോധിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പം അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും നമുക്ക് ഒന്ന് പോയിട്ട് വരാം. നമ്മുടെ ലക്ഷ്യം ശബരിമല ആയതുകൊണ്ട് തന്നെ നമ്മളെല്ലാ അമ്പലങ്ങളും നട തുറന്ന് പ്രാർത്ഥിക്കാൻ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം അവിടെ പോകും. അപ്പം അത് കാര്യം നമ്മൾ ഗുരുവായൂരൊന്നും നട തുറക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നില്ല, ഉള്ളിൽ കയറി തൊഴാൻ വേണ്ടി നിൽക്കുന്നില്ല, പുറത്തുനിന്ന് ജസ്റ്റ് തൊഴുതിറങ്ങാണ് ചെയ്തത്.
കർക്കിടക മാസത്തിലെ പ്രസിദ്ധമായ നാലമ്പല ദർശനങ്ങളിൽ ഒരമ്പലമായിട്ടുള്ള തൃപ്രാർ ശ്രീരാമസ്വാമി ക്ഷേത്രമാണിത്. ഇവിടുത്തെ പ്രധാനമായിട്ടുള്ളൊരു വഴിപാട് എന്ന് പറയുന്നത് മീനൂട്ടാണ്. ഇതിന് പുറകിൽ വലിയൊരു പുഴയുണ്ട്, അവിടുത്തെ മീനൂട്ടാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. ഇവിടുത്തെ പള്ളിയോടമാണിത്. അടച്ചിട്ടിരിക്കുന്ന കാര്യം ഉള്ളിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല, ഗ്ലാസിനുള്ളിൽ കൂടെ കാണാം. പക്ഷേ അത് ഒരുപാട് ആളുകൾ കൈയൊക്കെ വെച്ചിട്ട് ക്ലിയർ അല്ലാത്ത കാര്യം ഉള്ളിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. മീനൂട്ടിന് പുറമെ വെടിവഴിപാടും ഇവിടുത്തെ പ്രധാനമായിട്ടുള്ളൊരു വഴിപാടാണ്. ഇതാണ് ഇവിടുത്തെ മീനൂട്ട് നടത്തുന്ന കടവ്. ഉച്ച സമയം ആയതുകൊണ്ട് ഇവിടെ ക്ലോസ്ഡ് ആണ്. ഇതാണ് ഇവിടെ വെടിവഴിപാട് നടത്തുന്ന സ്ഥലം. തൃപ്രാർ ക്ഷേത്രത്തിന് പുറത്ത് തന്നെയുള്ള ഹനുമാൻ സ്വാമിയുടെയും സുബ്രഹ്മണ്യ സ്വാമിയുടെയും ക്ഷേത്രങ്ങളാണ്. ഇവിടെയും നട അടച്ച് തന്നെയാണ് കിടന്നത്. അപ്പം നിങ്ങൾ പുറത്തുനിന്ന് തൊഴുതു. സമയം ഇപ്പോൾ 2:45 ഞങ്ങൾ കൊടുങ്ങല്ലൂർ എത്തിയിട്ടുണ്ട്. ഇവിടെ നട അടച്ച് തന്നെയാണ് കിടക്കുന്നത്. തിരക്കൊന്നുമില്ല, ഉച്ച സമയത്താണ്ടായിരിക്കും. പിന്നെ അയ്യപ്പന്മാരെ വണ്ടിയൊന്നും ഒട്ടുമില്ല. എന്തായാലും ഞങ്ങൾ പുറത്തുനിന്ന് ഒന്ന് തൊഴുതിട്ട് പോവാണ്. മീനമാസത്തിലെ ഭരണിയാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം എന്ന് പറയുന്നത്. അന്നിവിടെ ജനസാഗരമായിരിക്കും. അതുപോലെ ഇവിടെ ഇതുപോലെ ഒരുപാട് തറകൾ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ഓരോ സമുദായത്തിൻ്റെ തറകളാണ്. അതുപോലെ ഓരോ കുടുംബപരമായിട്ടുള്ള തറകളും ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പം ഞങ്ങൾ കൊടുങ്ങല്ലൂർ പുറത്തുനിന്ന് തൊഴുത് ഇറങ്ങിയിട്ടുണ്ട്. ഇനി അടുത്തത് ചോറ്റാനിക്കരയിലേക്കാണ്. ചോറ്റാനിക്കര മുതൽ എല്ലാ ക്ഷേത്രത്തിലും ഞങ്ങൾക്ക് ദർശനം കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. കാര്യം സമയം ഇപ്പം ഒരു 3 മണിയായിട്ടുണ്ട്. ഇനി ഒരു 4 മണിയൊക്കെ ആകുമ്പോഴേക്കാവും ഞങ്ങൾ അവിടെ എത്തുക. അപ്പോൾ അവിടെയൊക്കെ ദർശനം കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. ചോറ്റാനിക്കര പക്ഷേ ഞങ്ങളുടെ പ്രതീക്ഷകളെല്ലാം തന്നെ തെറ്റിച്ചു. നട തുറന്ന സമയമായിരുന്നെങ്കിലും തൊഴാനുള്ള വരിയെല്ലാം ഭക്തരുടെ നീണ്ട നിരയായിരുന്നു. ഞങ്ങൾക്ക് സമയപരിധി ഉള്ളത് കാരണം മേൽക്കാവിൽ പുറത്തുനിന്നാണ് തൊഴുതത്. പക്ഷേ കീഴ്ക്കാവിൽ ഞങ്ങൾക്ക് ദർശനം ലഭിച്ചു. കീഴ്ക്കാവിൽ വീഡിയോഗ്രാഫിക്ക് ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട്. സമയം 6:45 ഞങ്ങളിപ്പോൾ ഉള്ളത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലാണ്. ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ. ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതിയോടൊപ്പം ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടുത്തെ മഹാദേവന് അന്നദാനപ്രഭു എന്നൊരു വിളിപ്പേരുമുണ്ട്. വൃശ്ചിക മാസത്തിൽ കറുത്ത പക്ഷത്തിലെ നവമി ആറാട്ടായുള്ള ഉത്സവവും വൈക്കത്തഷ്ടമിയുമാണ് പ്രധാന വിശേഷ ദിവസങ്ങൾ. നന്ദി ശിവന്റെ വാഹനവും പ്രധാന ശിവഗണങ്ങളിൽ ഒരാളുമാണ്. ഈ വിഗ്രഹം ക്ഷമയുടെയും ഭക്തിയുടെയും പ്രതീകങ്ങളാണ്. ശിവനെ കാണുന്നതിനു മുമ്പ് നന്ദിയെ തൊഴണമെന്ന് പറയപ്പെടുന്നു. ഭക്തർക്ക് തങ്ങളുടെ ആഗ്രഹങ്ങളും സങ്കടങ്ങളും നന്ദിയുടെ ചെവിയിൽ പറയാം. അത് ശിവസന്നിധിയിൽ എത്തുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. കടുത്തുരുത്തി തളിയിൽ മഹാദേവ ക്ഷേത്രം. പുരാതനമായ ഈ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠയായ ശിവനെ കടുത്തുരുത്തി ഗ്രാമത്തിന്റെ ദേശനാഥനായി കരുതിപ്പോരുന്നു.
ധനുമാസത്തിലെ ആറാട്ടുത്സവവും ശിവരാത്രിയുമാണ് പ്രധാന വിശേഷ ദിവസങ്ങൾ. മള്ളിയൂർ ഗണപതി ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട്. ഇത് വലിയൊരു അമ്പലമാണ്. ഒരുപാട് പേർക്ക് നിൽക്കാനും ആൾട്ട് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യമുള്ളൊരു വലിയൊരു അമ്പലമാണിത്. ഇവിടെയാണ് വിവേകാനന്ദയുടെ അവരുടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. ഇതിന് പുറകിൽ വലിയൊരു ഗ്രൗണ്ട് തന്നെ അവർക്കുണ്ട്. ഇവിടെ ഇതിന് പുറകെ കൂടെ ഒരു ചെറിയൊരു അരുവി പോലെ ഒഴുകുന്നുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഇവിടെയൊക്കെ നല്ല വൃത്തിയുള്ളതായിരുന്നു, കുളിക്കാനൊക്കെ പറ്റുന്നതായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം 41 കഴിഞ്ഞതുകൊണ്ടായിരിക്കണം വലിയ വൃത്തിയൊന്നുമില്ല. ഇവിടുത്തെ വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ മണ്ഡലമാസം തുടങ്ങുന്ന സമയം മുതൽ മകരവിളക്ക് വരെ ഇവിടെ എല്ലാ ദിവസവും അന്നദാനം ഉണ്ടായിരിക്കും. വലിയൊരു അന്നദാന പന്തൽ തന്നെ ഇവിടെ ഉണ്ട്. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു അയ്യപ്പ തീർത്ഥാടകർ നമ്മൾ യാത്ര ചെയ്ത് തളർന്നു വരുന്ന സമയത്ത് ഇവിടെ നിന്നൊക്കെ കിട്ടുന്ന ഈ ചൂട് കഞ്ഞിയൊക്കെ അത് നമുക്ക് തരുന്ന എനർജി വളരെ വളരെ വലിയൊരു കാര്യമാണ്. ഏറ്റുമാനൂരെത്തിയിട്ടുണ്ട്. നമ്മൾ ശബരിമല യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടത്താവളമാണ് ഏറ്റുമാനൂർ എന്ന് പറയുന്നത്. വലിയൊരു ക്ഷേത്രം തന്നെയാണ്, മഹാദേവ ക്ഷേത്രമാണ്. ഇവിടെയും നട അടച്ചിട്ടുണ്ട്, അത് കാര്യം എന്തായാലും ഉള്ളിൽ കയറി തൊഴാൻ പറ്റില്ല. പിന്നെ ഇവിടുത്തെ വണ്ടികൾ നോക്കിയിട്ടാണ് നമ്മൾ ശബരിമലയിൽ തിരക്ക് എത്രത്തോളം ഉണ്ടെന്ന് പണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. കാര്യം ഇവിടെ തിരക്കുണ്ടെങ്കിൽ ആ തിരക്ക് ശബരിമലയിൽ ഉണ്ടാവും എന്നാണ് പറയാറുള്ളത്. പിന്നെ ഇപ്പോഴത്തെ അതൊന്നും പറയാൻ പറ്റില്ല, കാര്യം പോകുന്നവരാണോ തിരിച്ച് വരുന്നവരാണോ എന്താണെന്നറിയില്ല. എന്തായാലും ഇവിടെ അത്യാവശ്യം നല്ല വണ്ടികളുണ്ട്. ഇപ്പം നമുക്ക് ഇനി മുന്നോട്ട് പോയി നോക്കിയാൽ അറിയാം എങ്ങനെയുണ്ടെന്ന്. എന്തായാലും മകരവിളക്കിനുള്ള ആളുകളൊക്കെ എത്തുന്നത് കൊണ്ട് തന്നെ, അവർ നേരത്തെ എത്തി സ്ഥലം പിടിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ നല്ല തിരക്കുണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ ഒരു കെടാവിളക്കുണ്ട്. ആ കെടാവിളക്കിൽ നിന്ന് നമ്മൾ അതിലെ കരിയെടുത്ത് കണ്ണിൽ തേക്കുകയാണെങ്കിൽ കണ്ണിൽ വരുന്ന അസുഖങ്ങളൊക്കെ മാറുമെന്നായിരുന്നു ഒരു ഐതിഹ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്നവരൊക്കെ അങ്ങനെ ചെയ്യാറുമുണ്ട്. ഇപ്പം നട അടച്ചത് കാര്യം നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ വൈക്കം മാധവ ക്ഷേത്രം, കടുത്തുരുത്തി തളിയിലെ ക്ഷേത്രം, അതുപോലെ തന്നെ ഇവിടെ ഈ 3 ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം രാവിലെ ദർശനം നടത്തുകയാണെങ്കിൽ, ഉച്ചയുടെ മുന്നേ ദർശനം നടത്തുകയാണെങ്കിൽ നമ്മൾ കൈലാസ ദർശനം നടത്തുന്നതിന് തുല്യം എന്നാണ് പറയുന്നത്. അതെന്തായാലും ഇവിടെ തീരുകയാണ്. ഇത് 3 മഹാദേവ ക്ഷേത്രങ്ങളാണ്. ഇനി നമുക്ക് ഒരു ക്ഷേത്രം കൂടിയാണ് ഇനി പോകാനുള്ളത്, കടപ്പാട്ടൂർ. നമ്മളവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ടാവും ഇനി എരുമേലിയിലേക്ക് പോവുക. കാര്യം നമ്മൾ കരിമല വഴിയാണല്ലോ പോകുന്നത്. അപ്പം അവിടെ ചെക്ക് പോസ്റ്റ് തുറക്കണമെങ്കിൽ രാവിലെ 6:30 അതുകൊണ്ട് ഞങ്ങൾ എരുമേലി പോയിട്ട് അവിടെ കുറേ കിടന്നുകൊണ്ട് കാര്യമില്ല, നല്ല തിരക്കായിരിക്കും. കടപ്പാട്ടൂർ നല്ല ഫ്രീ ആയിട്ടുള്ള സ്ഥലമായിരിക്കും. അപ്പോൾ അവിടെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്ന് കംഫർട്ട് ആവും. അപ്പോൾ അത് കാര്യം അവിടെ സ്റ്റേ ചെയ്തിട്ട് ഒരു 2:30 ആകുമ്പോൾ അവിടെ നിന്ന് പോകാമെന്നാണ് വിചാരിക്കുന്നത്. കടപ്പാട്ടൂർ ഇവിടെ അടുത്ത് തന്നെയാണ്, ഒരു 10 കിലോമീറ്റർ ഉള്ളിലേ ഉള്ളൂ. പാലാ കടപ്പാട്ടൂർ അമ്പലത്തിലാണ്. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞു. ഇന്നലെ രാത്രി ഒരു 10:30 എത്തിയാണ് ഇവിടെ. പിന്നെ ആ സമയം വീഡിയോ ചെയ്യാത്തത് ഫോണിൽ ചാർജൊക്കെ കുറവായിരുന്നു. അപ്പം ഫോണൊക്കെ ചാർജ് ചെയ്തു, കുറച്ച് നേരം കിടന്നു. അതിനുശേഷം ഇപ്പോൾ ഒന്ന് കുളിച്ചു, എന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഇവിടെ നട തുറക്കാനായിട്ട് ഒരു 5 മണി കഴിയും. അപ്പോൾ നമ്മളതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല, എരുമയിലേക്ക് പോവാണ്. ഡ്രസ്സ് മാറിയിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം എരുമയിൽ എത്തിക്കഴിഞ്ഞാൽ പേട്ട പുള്ളി കഴിയുമ്പം കളറും കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ വീണ്ടും കുളിക്കേണ്ടി വരും, ഡ്രസ്സ് മാറേണ്ടി വരും. അപ്പോൾ ഒന്നിച്ച് ആ സമയം ഡ്രസ്സ് മാറാമെന്ന് കരുതി. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ വണ്ടിയൊക്കെ ഒന്ന് കർപ്പൂരം കാണിച്ച് ഇപ്പം ഇറങ്ങുന്നതാണ്.
എരുമക്കൊല്ലി എന്ന സ്ഥലം എരുമേലിയായി മാറി എന്നാണ് വിശ്വാസം. ഇവിടെ 2 ക്ഷേത്രങ്ങളാണുള്ളത്, കൊച്ചമ്പലവും വലിയമ്പലവും. അവ തമ്മിൽ 1/2 കിലോമീറ്റർ മാത്രം ദൂരമാണുള്ളത്. കൊച്ചമ്പലത്തോട് ചേർന്ന് തന്നെയാണ് വാവരുടെ പള്ളിയും സ്ഥിതി ചെയ്യുന്നത്. ശാസ്താവും മണികണ്ഠനും അയ്യപ്പനും യഥാർത്ഥത്തിൽ 3 വ്യത്യസ്ത ആളുകളെന്നാണ് പറയപ്പെടുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് കാനനപാത യാത്രയ്ക്കിടെ സംസാരിക്കാം. അയ്യപ്പൻ മഹിഷിയെ വധിച്ചത് ഇവിടെ വച്ചാണെന്ന് പറയപ്പെടുന്നു. നാട്ടുകാർക്ക് ശല്യമായ ഒരു എരുമയെ അയ്യപ്പൻ ഇവിടെ വച്ചു വധിച്ചു എന്നൊരു ഐതിഹ്യവുമുണ്ട്. എന്തു തന്നെ ആയാലും വൃശ്ചികം 1 മുതൽ മണ്ഡലോത്സവം അവസാനിക്കുന്നത് വരെ രാവും പകലും എരുമേലിയുടെ താളം ഇതുതന്നെയാണ്.